അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഭൂമി ലോകത്ത് ഇന്ന് കാണുന്ന ദുരന്തങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് പറയുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചിട്ട് ഖുർആൻ എന്ത് വിശദീകരിക്കുന്നുണ്ട് എന്നൊക്കെ പല ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ മുല്ലപ്പെരിയാറിൻ്റെ കഥ പറഞ്ഞിട്ടില്ലെങ്കിലും അണക്കെട്ടിനെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആനിലുണ്ട്. അത് ഏത് സൂറത്തിലൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വരുന്നത്? പണ്ടൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ടൊന്നും നിങ്ങളെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടായില്ല. ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഉരുൾപൊട്ടൽ, അത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം, അതുപോലെ ഇത് കൊറോണ, നിപ്പ വൈറസ്, മാറാവ്യാധികൾ, ഭൂകമ്പങ്ങൾ തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷം മുമ്പ് പറഞ്ഞതാണ്. കിയാമത്ത് നാളിന് തൊട്ട് മുമ്പ് തസ്ബീഹ് മാല പൊട്ടുന്നത് പോലെ പൊട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു മണി ഒരു മണി താഴെ വീണു, അതിൻ്റെ പിന്നാലെ ഓരോ മണിയും ഉതിർന്നുകൊണ്ട് വീഴുകയാണ്. തസ്ബീഹ് മാല പൊട്ടുന്നത് പോലെ ഈ ഭൂമി ലോകത്ത് ദുരന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും. കൊറോണ പോയപ്പോൾ പിന്നൊരു ദുരന്തം, അതിനുശേഷം പിന്നൊരു ദുരന്തം, ഇങ്ങനെ കേൾക്കുകയാണ്, നമ്മൾ കാണുകയാണ്. മനുഷ്യൻ ഇങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയുന്നില്ല. അറിവുള്ളവർക്ക് മാത്രം, ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മാത്രം ഇത് മനസ്സിലാക്കാൻ പറ്റും. ഒക്കെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല ഒരു നാടിനെയും ശിക്ഷിക്കുകയില്ല ആ നാട്ടുകാർ ചെയ്ത ആക്രമമല്ലാതെ, ആ നാട്ടുകാർ ചെയ്ത ക്രൂരകൃത്യം അല്ലാതെ, ആ നാട്ടുകാർ ചെയ്ത തെമ്മാടിത്തരമല്ലാതെ ഒരു മനുഷ്യനെയും അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. അവൻ ചെയ്ത തെറ്റ് കാരണമല്ലാതെ, അവൻ്റെ കരങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കാരണമല്ലാതെ അവനെയും അല്ലാഹു തആല ഒരാളെയും ശിക്ഷിക്കുകയില്ല. അള്ളാഹ് ശിക്ഷിക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. ഒരു നാടിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹ് തകർത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യം അവന് അല്ലാഹു തആല നാട്ടിലേക്കൊരു മുന്നറിയിപ്പ് നൽകും. വിശുദ്ധ ഖുർആൻ ഇസ്രാ സൂറത്തിൽ അത് പറയുന്നുണ്ട്. 16-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഒരു നാടിനെ തകർത്താൻ ഉദ്ദേശിച്ചാൽ ആദ്യം ആ നാട്ടിലേക്ക് ചെറിയ ഒരു ശിക്ഷ അല്ലാഹു തആല ഇട്ടുകൊടുക്കും. ആ ചെറിയ ശിക്ഷയിൽ അവർ നന്നായില്ല എങ്കിൽ പിന്നെയും അല്ലാഹു തആല ശിക്ഷിക്കും. ആ ശിക്ഷ പിന്നെയും അല്ലാഹു തആല ശിക്ഷിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നാട് അവിടെ ഉണ്ടായിന് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുപോലെ ആയിരിക്കും അല്ലാഹുവിൻ്റെ ശിക്ഷ. സൂറത്ത് സബഹിൽ അല്ലാഹു തആല പറയുന്നു, 15-ാമത്തെ ആയത്തെന്നാണ് എനിക്ക് തോന്നുന്നത്, തീർച്ചയായും സബഹ് ദേശക്കാർക്ക് തങ്ങളുടെ അധിവാസ കേന്ദ്രത്തിൽ തന്നെ ദൃഷ്ടാന്തമുണ്ടായിരുന്നു. അതായത് വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി 2 തോട്ടങ്ങൾ. അവരോട് പറയപ്പെട്ടു, നിങ്ങളുടെ രക്ഷിതാവ് തന്നെ തന്ന ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, അവനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. നല്ലൊരു രാജ്യം, ഏറെ പൊറുക്കുന്ന രക്ഷിതാവും. പരിശുദ്ധ ഖുർആൻ 34-15 ആയത്താണ്. മനസ്സിലായില്ലേ? അല്ലാഹു തആല പറഞ്ഞ്, നിങ്ങൾക്ക് നല്ല തോട്ടങ്ങളെല്ലാം ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്, നിങ്ങളെന്നോട് നന്ദി കാണിക്കണം, നന്ദിയുള്ളൊരു ജനതയാവണമെന്ന്. അങ്ങനെ ഈ സബഹ് നിവാസികൾ എന്ത് ചെയ്ത്? ഫഅറളു ഫഅർസൽനാ അലൈഹിം സൈലൽ ഹറമി എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് 16-ാമത്തെ ആയത്തിൽ സൂറത്ത് സബയിൽ. എന്നാൽ അവർ എന്ത് ചെയ്ത്? പിന്തിരിഞ്ഞ് കളഞ്ഞ്, അള്ളാഹനെ മൈൻഡ് ചെയ്യാത്ത, അള്ളാഹിൻ്റെ അനുഗ്രഹം അവർ ഒന്നും വിലവെക്കാത്ത അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളഞ്ഞ്. അപ്പോൾ അണക്കെട്ടിൽ നിന്നുള്ള ജലപ്രവാഹത്തെ അവരുടെ നേരെ നാം അയച്ചു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നതാണ്. അവരുടെ ആ 2 തോട്ടങ്ങൾക്ക് പകരം കയ്പുള്ള കൈക്കനികളും കാറ്റാടി മരവും അല്പം ചില വാഗമരങ്ങളും ഉള്ള 2 തോട്ടങ്ങൾ നാം അവർക്ക് നൽകുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ 34-ാമത്തെ സൂറത്ത് 16-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്ത് സബഹ് സൂറത്തിൽ കാണാം. അല്ലാഹു തആല അങ്ങനെ ആ അണക്കെട്ടിൽ നിന്ന് വെള്ളത്തെ അല്ലാഹു തആല അയച്ചു. മുഴുവനും ആ നാട് മൊത്തം പോയി. അപ്പോൾ അണക്കെട്ട് പൊട്ടിക്കാനൊന്നും അല്ലാഹു തആലക്ക് കഴിയാഞ്ഞിട്ടല്ല,
കുൻ ഫയക്കൂൻ, അള്ളാഹു അത് ഉണ്ടാവണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാകുക തന്നെ ചെയ്യും. ആ നിമിഷം തന്നെ. ലോകം മൊത്തം തകർത്താൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു തആല നിമിഷം തന്നെ സൂറന്ന കാലത്തിൽ ഊതിയാൽ മൊത്തം തകരും. പക്ഷെ അതിനൊരു സമയമുണ്ടല്ലോ. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ അത് നടക്കും. അള്ളാഹു തആലക്ക് ഇനി സുനാമി വരുത്തിപ്പിക്കണമെന്നില്ല, വെള്ളപ്പൊക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഉരുൾപൊട്ടിയിട്ട് ജനങ്ങളെ മരിപ്പിക്കണമെന്ന് ആവശ്യമില്ല. അള്ളാഹു തആല സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്, ഇൻകാനത്തില്ല ഷൈഹത്തും വാഹിദ, ഒരൊറ്റ ഒരു ഘോര ഗർജനം മാത്രം മതി. ഒരു ഗർജനം ഒന്നടങ്കം നശിക്കും. പക്ഷേ മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല. എത്ര ശിക്ഷ, അള്ളാഹുവിൻ്റെ ശിക്ഷ ദുനിയാവിൽ ഇറങ്ങിയാലും മനുഷ്യൻ ആരും പഠിക്കുന്നില്ല. പിന്നെയും തെറ്റാവർത്തിച്ചു കൊണ്ടേ പോകുന്നു. ഇങ്ങനെയാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ കണ്ടിട്ട് പഠിച്ചില്ല എങ്കിൽ അള്ളാഹു തആല വീണ്ടും അതിനേക്കാളും ഭയങ്കരമായ ശിക്ഷയാണ് ദുനിയാവിലേക്ക് ഇറക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്രാ സൂറത്തിലെ 16-ാമത്തെ ആയത്തിൽ തന്നെ നല്ല പോലെ വിശദീകരിക്കുന്നുണ്ട്. അറിയാവുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണം പഠിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഉസ്താദ്മാരോട് ചോദിക്കാം, നല്ല അറിയുന്ന ഉസ്താദ്മാരോട് ചോദിക്കാം, സൂറത്ത് ഇസ്രായിലെ 16-ാമത്തെ ആയത്ത് ഒന്ന് വിശദീകരിച്ച് തരണം ഉസ്താദേ എന്ന് പറഞ്ഞു തരും. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അതിൽ നല്ല പോലെ പറയുന്നുണ്ട് അള്ളാഹു തആല. ഒരു നാടിനെ ഞാൻ ആക്രമിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ നാടിലേക്ക് ഞാനൊരു മുന്നറിയിപ്പ് നൽകും, ചെറിയൊരു ശിക്ഷ തരും. അവർ അതിൽ പഠിക്കൂല, അവർ താന്തോന്നിത്ത് നടത്തും. പിന്നെ എൻ്റെ ശിക്ഷ ഇറങ്ങിക്കഴിയും രണ്ടാമത്. അതോടെ ആ നാട് ഇല്ലാതായി പോകും. നാടേ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു നാട് എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നതാണ് സൂറത്ത് ഇസ്രായിൽ 16-ാമത്തെ ആയത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ ഭൂമി ലോകത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഖേദിച്ചിട്ടൊന്നും ഗുണമില്ല. അങ്ങനെയുള്ള ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അള്ളാഹു തആല എന്താണ് പിന്നെ പറയുന്നത്? അള്ളാഹു തആല പറയുന്നത് എന്താണ്? അങ്ങനെയുള്ള ശിക്ഷ ഒരു നാട്ടിലേക്ക് വന്നു എന്നാൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അള്ളാഹു തആല പറയുന്ന വാക്കുകളുണ്ട്. സൂറത്തിൽ ബഖറ സൂറത്തിൽ പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. വിശുദ്ധ ഖുർആൻ 2-ാമത്തെ സൂറത്ത് 155-ാമത്തെ വചനം. ഇങ്ങനെയുള്ള ജീവനഷ്ടം, കുറച്ചൊക്കെ ഭയം, നല്ല പേടിയുള്ള തരും. പേടിച്ചില്ലേ? ഒരു കൊറോണ വരുമ്പോൾ എല്ലാവരും പേടിച്ചില്ലേ? പട്ടിണി, എത്ര ആൾ പട്ടിണിയായിട്ടുണ്ട്. ധനനഷ്ടം വന്നില്ലേ? ജീവനഷ്ടം, എത്ര ആൾ മരിച്ചിട്ടുണ്ട്. വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കും. ഇതെല്ലാം വന്നില്ലേ? ഇങ്ങനെയെല്ലാം അള്ളാഹു തന്നാൽ അതിൽ നിന്ന് ആരാണ് ക്ഷമിച്ചു നിൽക്കുന്നവർക്കാണ് അള്ളാഹു തആല സ്വർഗം തരുന്നത്. അതല്ലാത്ത അല്ല ഇല്ലേ ഞങ്ങളെ കാണാൻ? ഒരു ദുരന്തം തരുമ്പോൾ അല്ല ഇല്ലേ, അല്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കട്ടിഞ്ഞാ എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ഇത് അല്ല തന്ന പരീക്ഷണമാണ്, ഇതൊരു നന്മയുണ്ടാകും ഇതിൽ എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിച്ച് നിൽക്കേണ്ടവരാണ്. അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് നമ്മളെ. സൂറത്ത് മുൽക്ക് സൂറത്തിൽ പറയുന്നുണ്ട്, ഒരു ജീവിതവും ഒരു മരണവും തരാൻ കാരണവും അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് ആരാണ് നന്നായി ജീവിക്കുന്നവൻ, നന്നായി സൽക്കർമ്മം ചെയ്യുന്നവൻ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ പടച്ച ഈ ദുനിയാവിലേക്ക്. അതിനാണ് ഒരു ജീവിതവും മരണവും തന്നത്, സ്വർഗം നരകമെല്ലാം പടക്കാൻ കാരണം. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ ഹബീബിനെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.